ഒരു മെഴ്സിഡീസ് ബെൻസ് കാർ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു കാർ മാത്രമല്ല, ഒരു പ്രതീകമാണ്. വിജയത്തിന്റെയും ശക്തിന്റെയും എക്കാലത്തെയും മികച്ച എഞ്ചിനീയറിംഗിന്റെ അടയാളം. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സാധാരണ ചിഹ്നം എങ്ങനെയാണ് ആഗോള ആഡംബരത്തിന്റെ പ്രതീകമായതെന്ന്? മെഴ്സിഡീസ് ബെൻസിന്റെ കഥ വിജയത്തിൽ നിന്നുമല്ല ആരംഭിച്ചത്. ലോകത്തെ മാറ്റിമറിക്കാൻ മത്സരിച്ച രണ്ട് എതിരാളികളിൽ നിന്നാണ്. നമസ്കാരം, ദ മലയാളം മൈൻഡ് ചാനലിലേക്ക് സ്വാഗതം. വരൂ, നമുക്കിന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാർ ബ്രാൻഡ് മെഴ്സിഡീസ് ബെൻസിന്റെ അവിശ്വസനീയമായ കഥ അറിയാം. വർഷം 1886. ലോകം അപ്പോഴും സ്റ്റീം എഞ്ചിനുകളും കുതിരകളുടെയും ശക്തിയിലാണ് മുന്നോട്ടു പോകുന്നത്. നമ്മുടെ കഥ തുടങ്ങുന്നത് രണ്ട് വ്യത്യസ്ത പട്ടണങ്ങളിൽ രണ്ട് വ്യത്യസ്ത എഞ്ചിനീയർമാരുടെയാണ്. മാൻഹൈമിൽ കാൾ ബെൻസ്, ശാന്തനും സൂക്ഷ്മതയുമുള്ള ഒരു കണ്ടുപിടുത്തക്കാരൻ, സ്വന്തമായി നിർമ്മിച്ച ഒരു ഗ്യാസ് എഞ്ചിൻ ഉപയോഗിച്ച് സ്വയം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം നിർമ്മിക്കണം എന്നൊറ്റ ലക്ഷ്യമുള്ള ഒരാൾ. അങ്ങനെ 3 ചക്രമുള്ള ഒരു വാഹനം നിർമ്മിച്ചു. ആ വാഹനത്തിന്റെ ഒരു എഞ്ചിൻ കോൺസെപ്റ്റ് മാത്രമല്ല, ഒരു മുഴുവൻ മോട്ടോർ കാർ എന്നൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതേസമയം 60 മൈലുകൾക്കപ്പുറം കാൻസ്റ്റാന്റിൽ ഗോട്ട്ലീബ് ഡൈംലർ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലായിരുന്നു. അദ്ദേഹവും കൂട്ടുകാരനുമായ വില്യം മേബാക്ക് ഒരു വാഹനം നിർമ്മിക്കുന്നതിലല്ലായിരുന്നു ശ്രദ്ധിച്ചത്, മറിച്ച് ഒരു എഞ്ചിൻ വികസിപ്പിക്കണം. ഏതു വാഹനത്തിലും ഘടിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ ഭാരം കുറഞ്ഞ ശക്തമായ എഞ്ചിൻ ഉണ്ടാക്കണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഡൈംലറിന്റെ 4 ചക്രങ്ങളുള്ള മോട്ടോർ കാരേജ് ഒരു പരിഷ്കരിച്ച കുതിര വണ്ടിയായിരുന്നു. പക്ഷേ അതിലെ എഞ്ചിൻ തികച്ചും ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ ശക്തവും വേഗതയിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിൻ. ഇത് കാൾ ബെൻസിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു വ്യവസായത്തിന്റെ വഴികാട്ടികളായ ഈ രണ്ടു പേരും ഒരിക്കൽ പോലും സംസാരിക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. അറിയാതെയാണെങ്കിലും അവരുടെ കമ്പനികൾ ഒരു സാമ്രാജ്യത്തിന്റെ അടിത്തട്ടുകൾ ഉണ്ടാക്കുകയായിരുന്നു. 20ാം നൂറ്റാണ്ട് ആരംഭിച്ചു. അതോടൊപ്പം പുതിയ കായിക വിനോദം ഓട്ടോമൊബൈൽ റേസിംഗ്. പൊതുജനങ്ങൾക്ക് ഈ രസങ്ങൾ ആവേശം ഉണർത്തുന്നതായിരുന്നു. എഞ്ചിനീയർമാർക്ക് ഒരു കാറിന്റെ കരുത്തും വേഗതയും ആത്യന്തിക പരീക്ഷണവും. ഇവിടെയാണ് എമിൽ ജെനിക് എന്ന ധനികനായ ഓസ്ട്രിയൻ വ്യവസായിയും കാർ റേസറും നമ്മുടെ കഥയിലേക്ക് വരുന്നത്. ഡൈംലറിന്റെ കാറുകൾ സമ്പന്നർക്ക് വിതരണം ചെയ്യുന്നതിൽ പ്രധാനിയായിരുന്നു ജെനിക്. കൂടുതൽ ശക്തിയും ശക്തവുമായ ഒരു കാർ ഡൈംലറിനോട് ആവശ്യപ്പെട്ടു. പുതിയ മോഡലിലെ പ്രകടനത്തിൽ അത്രയ്ക്കും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഡൈംലറിന്. സ്വന്തം മകളായ മെഴ്സിഡീസിന്റെ പേരാണ് ഈ റേസിംഗ് കാറിന് വെച്ചത്. 35 ഹോഴ്സ് പവർ ഉള്ള ഈ കാർ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു. റേസ് ട്രാക്കുകളിൽ ആധിപത്യം സ്ഥാപിച്ചു. താമസിക്കാതെ മെഴ്സിഡീസ് എന്ന പേര് വിജയത്തിന്റെയും മികവിന്റെയും പ്രതീകമായി മാറി. ഒരു റേസ് ട്രാക്കിൽ നിന്നും ജനിച്ച ആ ഒരു പേര് പിന്നീട് ഒരു ബ്രാൻഡായി മാറി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ആ വളർച്ച 1ാം ലോക മഹായുദ്ധത്തിൽ തകർന്നുപോയി. യുദ്ധം ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ഓട്ടോമൊബൈൽ വ്യവസായത്തെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു. ഒരിക്കൽ മികച്ച കമ്പനികളായ ബെൻസ്, ഡൈംലർ എന്നിവ പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധിയിലാണ് പഴയ വൈകാര്യം മാറ്റിവെച്ച് 1926 ബെൻസ് ആൻഡ് സിയും ഡൈംലർ മോട്ടോർ ആൻഡ് ഗെസൽഷാഫ്റ്റും ലയിച്ച് ഡൈംലർ ബെൻസ് AG രൂപീകരിച്ചത്. ഇത് വെറും ഒരു ബിസിനസ് ഇടപാടല്ലായിരുന്നു, അതൊരു അതിജീവനത്തിന്റെ പ്രശ്നമായിരുന്നു. ഈ ശക്തി ഏകീകരിച്ചോടെ ഡൈംലർ ബെൻസ് ഓട്ടോമൊബൈലിനെ പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സുരക്ഷയും മികച്ച സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്താൻ തുടങ്ങി. 1936 ലോകത്തിലെ ആദ്യത്തെ ഡീസൽ കാർ എന്ന മെഴ്സിഡീസ് ബെൻസ് 260D അവർ അവതരിപ്പിച്ചു. ഡീസൽ എഞ്ചിൻ ദൈനംദിന ഉപയോഗത്തിന് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് അവർ തെളിയിച്ചു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ സംഭാവന സുരക്ഷാ മേഖലയിലായിരുന്നു. 1950കളിൽ ബെൽ
സ്റ്റെല്ല ബെർനി എന്ന കാർ എഞ്ചിനീയർ ക്രംബിൾ സോൺ എന്ന ആശയം വികസിപ്പിച്ചു. ഇത് വെറും ഒരു പുതിയ ഭാഗമല്ലായിരുന്നു, ഒരു പുതിയ തത്വചിന്തയായിരുന്നു. ആഘാതത്തിന്റെ ശക്തിയെ വലിച്ചെടുക്കാൻ ഉണ്ടാക്കിയ ക്രംബിൾ സോൺ യാത്രക്കാരെ സംരക്ഷിച്ചു. ഏതാണ്ട് പതിറ്റാണ്ടുകൾക്കു ശേഷം ശക്തമായ ബ്രേക്കിംഗിൽ കാറുകളുടെ ചക്രങ്ങൾ ലോക്ക് ആവാതിരിക്കാനുള്ള ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ABS അവർ വികസിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഡ്രൈവർക്ക് നിയന്ത്രണം നൽകിയ ഈ വിപ്ലവകരമായ സാങ്കേതിക വിദ്യ ഇന്ന് എല്ലാ കാറിലും ഒരു സാധാരണ സംവിധാനമായി മാറി. ഈ കണ്ടുപിടുത്തത്തോടെ മെഴ്സിഡീസ് ബെൻസ് ഒരു ലോക നേതാവെന്ന നിലയിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. ആഡംബരത്തിന് മാത്രമല്ല, ജീവൻ രക്ഷയ്ക്കും അവർ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. രണ്ട് എതിരാളികളുടെ സ്വപ്നത്തിൽ നിന്നും പിറന്ന ഈ കമ്പനി എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് മികവിന്റെ വിജയത്തിന്റെ ആഗോള പ്രതീകമായി മാറിയത്? അതിന്റെ ഉത്തരം ഒരു ബ്രാൻഡിന്റെ രൂപീകരണത്തിലാണ്. കമ്പനിയുടെ പ്രതീകമായ 3 മുനയുള്ള നക്ഷത്രം കരയിലും ആകാശത്തിലും കടലിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള കമ്പനിയുടെ ലക്ഷ്യത്തിന്റെ പ്രതീകമായിരുന്നു. ഇത് വെറും ഒരു ലോഗോ അല്ല, എല്ലാ യാത്രാ മാർഗങ്ങളിലും മികച്ച സാങ്കേതിക വിദ്യ നൽകുമെന്നുള്ള ഒരു വാക്കായിരുന്നു. ബുദ്ധിപരമായ മാർക്കറ്റിംഗിലൂടെ മെഴ്സിഡീസ് ബെൻസ് താങ്കളുടെ വാഹനങ്ങൾ എന്നതിനുപരി ഒരു സാംസ്കാരിക ചിഹ്നമാക്കി മാറ്റി. അവർ വെറും യാത്രാ മാർഗങ്ങൾ മാത്രമല്ല, വിജയത്തിന്റെയും സ്റ്റാറ്റസിന്റെയും കാലത്തിന്റെയുമായ മികവിന്റെ ഒരു പ്രതീകമായിരുന്നു. മെഴ്സിഡീസ് ബെൻസിന്റെ ഈ കഥ വെറും ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ളതല്ല, അത് അഗ്നിവേശത്തിന്റെയും വൈകാര്യത്തിന്റെയും കണ്ടുപിടുത്തങ്ങൾക്കായിട്ടുള്ള നിരന്തര പോരാട്ടത്തിന്റെ ഒരു യാത്രയെക്കുറിച്ചാണ്. 2 മനുഷ്യർ ആരംഭിച്ച ഒരു മത്സരം നൂറ്റാണ്ടുകളായി ലോകത്തെ നയിച്ച ഒരു സാമ്രാജ്യമായി മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെ കുറിച്ച് അറിയണമെന്ന് കമന്റ് ചെയ്യുക.